തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം BJP പിന്തുണയോടെ പാസ്സായി. ഇതോടെ UDFന് ഭരണം നഷ്ടപ്പെട്ടു. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എങ്ങനെയാണ് ഈ BJP പിന്തുണയോടെ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായത്? അക്കാര്യത്തിൽ എന്താണ് ഈ ഇരു പാർട്ടികളുടെയും വിശദീകരണം? വിജയകുമാർ, 21 ഭരണസമിതിയാണ് നിലവിൽ വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി SDPയുടെ പരോക്ഷ പിന്തുണയോടെയാണ് UDF ഭരിച്ചു വന്നിരുന്നത്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ LDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് അവിശ്വാസ പ്രമേയ ചർച്ചകൾ നടന്നത്. ഈ യോഗത്തിൽ UDFും ഒപ്പം SDP അംഗങ്ങളും വിട്ടുനിന്നിരുന്നു. 3 അംഗങ്ങളാണ് വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് ഉണ്ടായിരുന്നത്. ഈ 3 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവിശ്വാസ പ്രമേയത്തെ 3 അംഗ BJP 3 അംഗങ്ങൾ പിന്തുണച്ചു. ഇതോടുകൂടി തന്നെ UDFന് വെമ്പായം പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ LDF BJP കൂട്ടുകെട്ടിൽ നേതാക്കളിൽ നിന്ന് ഇതുവരെയും കൃത്യമായൊരു പ്രതികരണം വന്നിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു പരസ്പര പിന്തുണ അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ഉണ്ടായി എന്നത് ഇനി അറിയേണ്ടതുണ്ട്. ഇതിൽ നേതാക്കളടക്കം വിശദീകരിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, LDF BJP പിന്തുണയോടുകൂടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പാസാക്കി എടുത്തിരിക്കുന്നു എന്നതാണ്. വിജയകുമാർ, തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിലാണ് LDF കൊണ്ടുവന്ന അവിശ്വാസം BJP പിന്തുണയോടെ പാസ്സായത്. ഇതോടെ UDFന് ഭരണം നഷ്ടപ്പെട്ടു. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയായിരുന്നു അവിശ്വാസം കൊണ്ടുവന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.